ഹലോ, എൻ്റെ പുതിയ വ്ളോഗിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡേ മൈ ലൈഫ് പോലെയാണ് കേട്ടോ. ആക്ച്വലി ഞാൻ ഡേ മൈ ലൈഫ് എന്ന് പറഞ്ഞ് എടുത്തിട്ട് രാവിലെ തുടങ്ങി കുട്ടികൾ സ്കൂളിൽ പോകണ വരെയുള്ള ഒരു വ്ളോഗാണ് ഞാൻ എടുത്ത് പോകാറ് കേട്ടോ. പിന്നെ ഇടയ്ക്ക് എനിക്ക് തോന്നണം ഫുള്ളി ഡേ മൊത്തം എടുക്കണമെന്നൊക്കെ. പക്ഷേ ഇന്ന് ഞാൻ അതിലും വ്യത്യസ്തമായിട്ടാണ് എടുക്കുന്നത്. അതായത് മോർണിംഗ് വ്ളോഗ് ഇങ്ങോട്ട് എടുത്തു, അതായത് കുട്ടികൾ സ്കൂളിൽ പോകണ വരെയുള്ള ഒരു വ്ളോഗ് എടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈവനിങ് ആയപ്പോൾ ഞാനൊരു ചെറിയ വീഡിയോ എടുത്തു കേട്ടോ. അതായത് ഞാൻ ഈവനിങ് ആയപ്പോൾ ടെറസിൻ്റെ മണ്ടയിലൊക്കെ ഉണ്ടല്ലോ നിറച്ച് പൊടിയായിരുന്നു കേട്ടോ. കുറേ നാളായി, ഏതാണ്ട് വർഷങ്ങളായിട്ടോ ടെറസിൻ്റെ മണ്ടിയൊക്കെ അടിച്ച് വാരി വൃത്തിയാക്കിയിട്ടിട്ട്. അപ്പോൾ ഇന്ന് അതൊന്ന് ക്ലീൻ ആക്കണമെന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ രാവിലെ വാതിൽ ഉടന്ന് ഞാൻ പുറത്തേക്കൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇവിടെ അതിഥികൾ പാർത്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ 2 അതിഥികൾ 2 സ്ഥലങ്ങളിലായിട്ടാണ് വന്നിരിക്കുന്നത്. ഒന്ന് ഈ പ്ലാന്റിൻ്റെ മേലെയും പിന്നെ വേറൊന്ന് കാർപോർച്ചിൻ്റെ സൈഡിൽ, അതായത് മുകളിൽ ഒരു പ്ലാന്റ് ഹാങ്ങിങ് പ്ലാന്റ് ഇട്ടിട്ടുണ്ടല്ലോ, അതിൽ ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു വ്ളോഗിൽ. അപ്പോൾ ഈ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ സൺഷെയ്ഡിനോട് ചേർന്ന് വെച്ചതാണ് കേട്ടോ. അപ്പോൾ അത് ഇതിൻ്റെ മുകളിൽ അത് കൂട് വച്ചേക്കണം തന്നെ കാണണം. ഭയങ്കര ടൈറ്റ് ചെയ്തായിട്ട് വെച്ചിരിക്കുന്നത്. സാധാരണ ഈ പ്ലാന്റിൻ്റെ ആ തുമ്പൊറ്റ ഉണ്ടല്ലോ ഇങ്ങനെ ചെരിഞ്ഞ് വന്നതാണ്. പക്ഷെ ഇന്ന് ആ കിളിക്കൂട് അവിടെ ഇരിക്കുന്നത് കൊണ്ടുണ്ടല്ലോ കിളി ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചാണ് അവിടെ ഇങ്ങനെ നല്ല ഭംഗിയിലാണ് കേട്ടോ ആ കൂടൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് പ്ലാന്റ് ഇങ്ങനെ നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും എന്തോ ഒരു വശപ്പിശക്ക് ആ പ്ലാന്റിൽ നിങ്ങൾക്ക് തോന്നുന്നില്ലേ, അത് തന്നെ കേട്ടോ. അപ്പോൾ ആ പ്ലാന്റിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിൽ കൂടെ പോയപ്പോൾ ഉണ്ടല്ലോ അതിൽ നിന്ന് ഇങ്ങനെ തള്ളക്കിൽ വെറുതെ പറന്നു പോയതാണ്. അപ്പോൾ ഞാനിങ്ങനെ ശ്രദ്ധിച്ചു. ആക്ച്വലി ഞാൻ ഇതിൽ കൂടെ പലതവണ പോയെങ്കിലും ഞാൻ അങ്ങനെ കിളി കൂട്ടി വെച്ചത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ വേറെ ഒരു കിളി കൂട് കൂട്ടിയിട്ടുണ്ടായിരുന്നു. അത് ദേ ഈ കാർപോർച്ചിൻ്റെ മേലെയാണ്. അപ്പോൾ ദേ ഇവിടെ പതിവായിട്ട് വന്ന് കൂട് കൂട്ടുന്നതാണ്. അതെ, ഇവിടെ ആൾ ഇരിപ്പുണ്ട് കേട്ടോ. മുട്ടയും ഉണ്ട്, അതിൻ്റെ മേലെ ഇങ്ങനെ കയറി ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഇത് പതിവായിട്ടുള്ള കാഴ്ചയായിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ഒരു 2-3 ദിവസം ഉണ്ടല്ലോ ഈ കിളീനെ ഇവിടെ കണ്ടില്ല കേട്ടോ. അതായത് രാത്രി ഇത് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നതാണ്. പക്ഷെ ഞാൻ സന്ധ്യ ആയപ്പോൾ നോക്കിയപ്പോണ്ടല്ലോ അതിൽ കണ്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി പ്ലാന്റ്സിന് അങ്ങനെ വെള്ളം ഒഴിച്ചപ്പോൾ തെറിച്ച് അങ്ങനെ ഡിസ്റ്റർബൻസ് ആയിട്ട് പോയി കാണുമെന്ന് വിചാരിച്ചിട്ട്. പക്ഷേ പിന്നെ ഞാൻ നോക്കിയപ്പോണ്ടല്ലോ അത് പിന്നെയും തിരിച്ചു വന്ന് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ നോക്കിയപ്പോൾ അതിൽ മുട്ടയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഇപ്പോൾ അവിടെ സേഫായിട്ട് അങ്ങനെ ഇരിക്കട്ടെ. പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനുണ്ടല്ലോ അതിൻ്റെ ചെടി പരിപാലനത്തിലേക്ക് ഇറങ്ങി. കാര്യമായിട്ട് പരിപാലനമൊന്നുമില്ല, ഞാൻ ജസ്റ്റ് ആ ചെടികളൊക്കെ ഇങ്ങനെ നോക്കിയിട്ടുണ്ടല്ലോ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ പുല്ലുകളൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതങ്ങോട്ട് പറിച്ചേച്ച് ഇനി അകത്തേക്ക് കയറാമെന്ന് വിചാരിച്ചു. രാവിലെ ഭയങ്കര തണുപ്പാണ് കേട്ടോ. മൂന്നാറിലൊക്കെ 3 ഡിഗ്രി സെൽഷ്യസിൽ തണുപ്പെത്തിയെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിൽ, അതായത് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ നാട്ടിലുണ്ടല്ലോ ഭയങ്കര തണുപ്പാണ് മക്കൾ. കാരണം ഈ പാടത്തിൻ്റെ സൈഡും കൂടി ആയതുകൊണ്ട് പിന്നെ പറയേണ്ടതില്ലല്ലോ, ഭയങ്കര തണുപ്പ്. രാവിലെ എണീക്കുമ്പോണ്ടല്ലോ ചെറിയ കോടയൊക്കെ ഉണ്ടാവും. ചില ദിവസങ്ങളിൽ കോടയൊന്നും ഉണ്ടാവില്ല, പക്ഷെ എന്നാലും നല്ല തണുപ്പായിരിക്കും കേട്ടോ. എനിക്ക് ഇവിടെ കിച്ചണ്, ഇവിടെ ഓപ്പൺ കിച്ചൺ ഉണ്ടെങ്കിലും ഞാൻ കുക്ക് ചെയ്യുന്നത് മൊത്തം ഈ കിച്ചണിലാട്ടോ. അതുകൊണ്ട് തന്നെ ഭയങ്കര തണുപ്പായിരിക്കും. രാവിലെ എണീച്ച് ഈ കിച്ചണിലേക്ക് കാല് കുത്തിയാലുണ്ടല്ലോ എൻ്റെ പൊന്നുമക്കളെ ഒരു രക്ഷയില്ല, ഭയങ്കര തണുപ്പ്. പിന്നെ ഇങ്ങനെ പലപ്പോഴും വിറച്ച് വരെ ഞാൻ കുക്ക് ചെയ്യാറുണ്ട്. പിന്നെ നമ്മൾ ഈ അടുപ്പ് കത്തിക്കാണല്ലോ, ആ ചൂടിൽ ഞാനതങ്ങനെ ബാലൻസ് ചെയ്ത് പോകേണ്ടതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് കുറച്ച് ബീഫ് ഉണ്ടായിരുന്നു കേട്ടോ, സൺഡേയിലെ ബീഫാണ്. അപ്പോൾ ബീഫ് എടുത്ത് വെച്ചേക്കാണ്. അപ്പോൾ ഇവിടെ മഞ്ഞായതുകൊണ്ട് തന്നെ ഉണ്ടല്ലോ എൻ്റെ വെളിച്ചെണ്ണ കുപ്പി ഇരിക്കണുണ്ടോ മക്കളെ, ഭയങ്കര കട്ടിയിലിരിക്കുകയുണ്ട്. ഇനി ഇത് ഉരുക്കി എടുത്തിട്ട് വേണം. അപ്പോൾ അത് ഉരുക്കാനുള്ള ടൈമില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ വേഗം അകത്ത് പോയിട്ട് വേറൊരു വെളിച്ചെണ്ണ കുപ്പി എടുത്തുകൊണ്ട് വന്നു കേട്ടോ. അപ്പോൾ ഞാൻ വേഗം അരിയൊക്കെ അടുപ്പത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ വന്ന വഴി തന്നെ കുറച്ച് അരി എടുത്ത് വെള്ളത്തിൽ സോക്ക് ചെയ്യും കേട്ടോ. ഒരു 5 മിനിറ്റ് ഞാൻ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ഉണ്ടാവും പെട്ടെന്ന് തന്നെ ഒരു വിസിലിൽ തന്നെ കുക്കർ വെന്തിരിക്കും കേട്ടോ. കുക്കർ വെന്തല്ല, റൈസ് വെന്തിരിക്കും കേട്ടോ. അപ്പോൾ രാവിലെ ഞാൻ കുറച്ച് ബീഫ് എടുത്ത് വെള്ളത്തിൽ സോക്ക് ചെയ്യാനിട്ടിട്ടുണ്ട്. അത് വിട്ട് കിട്ടണമല്ലോ. അപ്പോൾ ഞാൻ സാധാരണഗതിയിൽ ഞായറാഴ്ച ബീഫ് മേടിച്ചിട്ടുണ്ടെങ്കിൽ മണ്ടയിലേക്കുള്ള ബീഫ് ഉണ്ടാവുമല്ലോ, ആ ബീഫ് ഞാൻ കുറച്ച് നമ്മുടെ ഫ്രിഡ്ജിൻ്റെ താഴെ തട്ടിലേക്ക് മാറ്റി വയ്ക്കാറുള്ളതാണ്. പക്ഷേ ഇന്ന് എന്താ പറ്റിയെന്ന് എനിക്കറിയില്ല, ഞാൻ അങ്ങോട്ട് മറന്നുപോയി. അതുകൊണ്ട് തന്നെ രാവിലെ എണീച്ചപ്പോണ്ടല്ലോ ഭയങ്കര കല്ലിപ്പായിട്ടാണ് ഇരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് കുറേ നേരം വെള്ളത്തിലിട്ട് ഇങ്ങനെ സോക്ക് ചെയ്ത് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് വെള്ളത്തിൽ മുക്കി വെക്കേണ്ട. അങ്ങനെ ബീഫിനുള്ള മസാല സെറ്റാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഉണ്ടല്ലോ ഞാൻ ഒരു കാര്യം മറന്നിട്ടുണ്ടായിരുന്നു. അതെന്താണെന്ന് ഞാനിപ്പോൾ പറയാമേ. കറിവേപ്പില. അപ്പോൾ രാവിലെ ഇറങ്ങിയ പാടെ തന്നെ എനിക്ക് കുറച്ച് കറിവേപ്പില എടുത്തുകൊണ്ട് വരായിരുന്നു. പക്ഷേ ഞാൻ അപ്പം മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പം നോക്കിയപ്പോഴാണ് എൻ്റെ അകത്ത് കറിവേപ്പില ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ വേഗം ഡോറ് തുറന്നേച്ച് പുറത്തേക്ക് ഇറങ്ങാൻ കേട്ടോ. നല്ല തണുപ്പുണ്ടായിരുന്നു. ഇപ്പോൾ അത്യാവശ്യം നല്ല തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ അത് ഇങ്ങനെ ചുറ്റി പോയിട്ട് വേഗം ഓടിച്ചു കേട്ടോ. ഇപ്പോഴല്ലോ ഇവിടെ ഈ മരങ്ങൾ പൊങ്ങി കാരണം ഭയങ്കര പേടി. അപ്പോൾ രാവിലെ ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി ഈ സൈഡിലേക്ക് ഇറങ്ങിയാലുണ്ടല്ലോ ആദ്യം നോക്കുന്നത് മേലോട്ട് നോക്കും, അത് കഴിയുമ്പോൾ താഴേക്ക് നോക്കും, ലെഫ്റ്റിലേക്ക് നോക്കും, റൈറ്റിലേക്ക് നോക്കും. അങ്ങനെ പേടിച്ചായിട്ട് ഇറങ്ങുന്നത്. കാരണം ഒരു ദിവസം ഉണ്ടല്ലോ ഞാൻ ഈ മതിലിൻ്റെ പുറത്തേക്കൂടെ ഒരു ചെറിയ ഒരു പാമ്പ് ഇങ്ങനെ പോകണം കേട്ടോ. ഈ ചേരിയായിരുന്നു കേട്ടോ. അപ്പോൾ അതിങ്ങനെ കണ്ടപ്പോൾ ഉണ്ടല്ലോ പിന്നെ എനിക്ക് ഭയങ്കര പേടിയായി. പിന്നെ അതേ എൻ്റെ ഈ കദളിക്ക് എന്തോ ഒരു പേര് പറയും കേട്ടോ. പണ്ട് ഈ മലനിരകളിലൊക്കെ ധാരാളമായിട്ട് ഉണ്ടായിക്കൊണ്ടിരുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഈ നഴ്സറികളിലൊക്കെ ഇത് സെയിൽ ചെയ്യാനായിട്ട് വെച്ചിരിക്കുക. അപ്പോൾ ഞാനിത് മേടിച്ചതുണ്ടല്ലോ നഴ്സറിയിൽ തന്നെയാണ്. ബീഫിന് കോമ്പോയായിട്ട് ഞാൻ ഉണ്ടാക്കുന്ന പുട്ടാണ്. പുട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പത്തിരിപ്പൊടി വെച്ചിട്ടാണ് പുട്ടുണ്ടാക്കിയത്. അപ്പം നല്ല നൈസായിട്ടുള്ള പൊടിയുള്ള രീതിയിലാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ടിപ്പൊക്കെ ഞാൻ നേരത്തെ ഒരു വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ടൈം എടുക്കും, എന്നാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ രീതിയിൽ. അതായത് നമ്മുടെ പത്തിരിപ്പൊടി വെച്ച് പുട്ടുണ്ടാക്കി കഴിഞ്ഞാൽ ഇപ്പോൾ സാധാരണ എല്ലാവരും
എല്ലാവരും ഈ സ്റ്റീമിൻ്റെ പൊടിയൊക്കെ വെച്ചിട്ടാണല്ലോ പുട്ടുണ്ടാക്കുന്നത്. അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇവിടെ സ്റ്റീമിൻ്റെ പുട്ടുപൊടി മേടിക്കലില്ല കേട്ടോ, എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇനി ഈ വീഡിയോ കണ്ടിട്ട് ഇവിടുത്തെ ആൾ മേടിക്കും. അങ്ങനെ ഞാൻ പുട്ടൊക്കെ ചുട്ട് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ എൻ്റെ കാസറോളിൻ്റെ അടപ്പ് കാണുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ അതിൻ്റെ ഉള്ളിൽ, അതായത് കബോർഡിൻ്റെ ഉള്ളിൽ ഇങ്ങോട്ട് കിടക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനതങ്ങനെ തെരഞ്ഞു പിടിച്ച് അങ്ങോട്ട് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഫ്രിഡ്ജിൽ നോക്കിയപ്പോൾ ഉണ്ടല്ലോ കഴിഞ്ഞ ദിവസം ക്യാബേജ് തോരൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് ഞാൻ ഫ്രിഡ്ജിൽ കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അത് എടുത്തൊന്ന് ചൂടാക്കിയിട്ട് കുട്ടികൾക്ക് കൊടുത്തു വിടാനായിട്ട് എടുക്കാണ്. അപ്പോഴത്തേക്കും ബീഫിന് ഇടാനുള്ള, അതായത് മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള പൊടികൾ ഇട്ട് കൊടുക്കാണ്ട്. അപ്പോഴത്തേക്കും ഞാൻ മസാലപ്പെട്ടി തുറന്ന് നോക്കിയപ്പോൾ അതിൽ കുറച്ച് മുളക് പൊടി അങ്ങനെയുള്ള കുറച്ച് പൊടികളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ അതും കൂടി എടുത്ത് കൊണ്ടുവന്നിട്ടിട്ട് മസാല ഒന്ന് സെറ്റാക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ മസാല സെറ്റാക്കുമ്പോൾ ഉണ്ടല്ലോ കുറച്ച് ഡ്രൈ ആയിട്ട് പൊടികളൊക്കെ വരും കേട്ടോ. അപ്പോൾ ഞാനുണ്ടല്ലോ കുറച്ച് വെളിച്ചെണ്ണ വയ്ക്കും. ഒരുപാട് വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നെയ്യിൻ്റെ അംശം കൂടുമല്ലോ, അതായത് ഫാറ്റ് കൂടുമല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിങ്ങനെ ഗ്രേവി പരുവത്തിലാക്കി എടുക്കും കേട്ടോ. എന്നിട്ട് അതൊക്കെ ഒന്ന് സെറ്റായതിനു ശേഷം ഞാനിങ്ങനെ ബീഫ് വേവിക്കാൻ എടുക്കാം കേട്ടോ. കുറേ നേരം എടുത്തു കേട്ടോ ഞാൻ അതിൻ്റെ അതൊന്ന് വിട്ട് കിട്ടാനായിട്ട്. കുറേ മസാലയിൽ എല്ലാ പൊടികളും ഞാൻ ചേർത്ത് വെച്ചതാണ്. പിന്നെ ബീഫ് വേവിക്കാൻ നേരത്തെ അതിനും കുറേശ്ശെ എല്ലാം ചേർക്കണമല്ലോ. അപ്പോൾ ഞാൻ എല്ലാ പൊടികളും കുറേശ്ശെ ചേർത്തേച്ച് പിന്നെ സവാള, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ടല്ലോ അതും കുറച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മസാലയ്ക്ക് വേണ്ടി കട്ട് ചെയ്ത് വെച്ചത് ഒരു കൈപ്പിടിയോളം ഇത് വേവിക്കാൻ നേരത്തെ ഇടാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ അടുത്ത് ചോറ് വെന്തിട്ടുണ്ടായിരുന്നു, അതായത് കുക്കറിൽ വെച്ചപ്പോൾ വെന്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനത് ഒരു കലത്തിലേക്ക് മാറ്റിയിട്ട് ഒന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് ബീഫ് അവിടെ ഇരുന്ന് വെന്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇന്ന് ബീഫ് കറി വെക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ കുറച്ചെടുത്ത് ഫ്രൈയും ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം ഇവിടെ ഫ്രൈ ചെയ്താലാണ് കൂടുതലും ഇഷ്ടം, കറി വെക്കുന്നതിനേക്കാൾ കൂടുതൽ. പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യം ഓർക്കുമ്പോഴാണ് ഇങ്ങനെ കറിയായിട്ട് വെക്കുന്നത്. ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കറി ഇല്ലെങ്കിലേ ഒരു അത്രയും നല്ല ടേസ്റ്റ് കിട്ടില്ലല്ലോ. ഇവിടെ പൊതുവേ ചാറ് കറികൾ എന്തെങ്കിലുമൊക്കെ വേണം കേട്ടോ, അങ്ങനെയാണ്. എന്നിട്ട് ഞാൻ പാത്രമൊക്കെ കഴുകിയിട്ട് ആ സിങ്കൊക്കെ ഒന്ന് ക്ലീൻ ആക്കി ഇടാൻ കേട്ടോ. ജസ്റ്റ് ഇപ്പോൾ ഒന്ന് ക്ലീൻ ആക്കിയാലും പിന്നെയും പാത്രങ്ങൾ ഇങ്ങനെ വരും കേട്ടോ. അപ്പോൾ ഞാൻ ഉള്ളത് അപ്പം ഇങ്ങനെ കഴുകിയെടുക്കും. എന്നാലാണ് എനിക്ക് വീഡിയോ എടുത്ത് പോകാനായിട്ട് പറ്റുള്ളൂ. അല്ലെങ്കിൽ ട്രൈപോഡ് വയ്ക്കലും ഈ പാത്രങ്ങളും കുക്ക് ചെയ്യാനുള്ള പാത്രങ്ങളും അങ്ങനെയൊക്കെ ആകുമ്പോണ്ടല്ലോ ഒത്തിരി പാത്രങ്ങളുണ്ടാവും കേട്ടോ. പിന്നെ ബീഫ് വെന്ത് കഴിഞ്ഞപ്പോൾ ഞാൻ കുക്കറിൽ നിന്ന് കുറച്ചെടുത്ത് ഫ്രൈ ചെയ്യാനായിട്ട് അങ്ങനെ മാറ്റി വെച്ചിട്ട് എന്നിട്ട് ഞാൻ ഇങ്ങനെ കൊച്ചുള്ളിയും വെളുത്തുള്ളിയും കൂടി അങ്ങനെ നന്നാക്കി എടുക്കുകയാണ്. ഞാനിവിടെ ബീഫ് ഫ്രൈ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ വെറുതെ ഈ ചെറിയ കൊച്ചുള്ളിയും വെളുത്തുള്ളിയും കൂടി മാത്രം ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുന്ന ഒരു രീതിയാണ് കേട്ടോ. അല്ലാണ്ട് വേറെ എക്സ്ട്രാ ഇഞ്ചി, പച്ചമുളക് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ചേർക്കില്ല. എന്നിട്ട് ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് എടുത്തിട്ടുണ്ടല്ലോ ഈ വറുത്ത് കഴിയുമ്പോൾ അതിലേക്ക് അങ്ങോട്ട് ഇട്ട് തട്ടി മിക്സ് ചെയ്തെടുക്കും കേട്ടോ. പിന്നെ പൊടികളായിട്ട് ചേർക്കുന്നത് മുളക് പൊടിയും പെപ്പർ പൗഡറും മാത്രമാണ് ഉള്ളത്. അപ്പോൾ ഒരു കുറേ നേരിട്ട് ഞാനിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഉണ്ടല്ലോ അതിനൊരു പ്രത്യേക ടേസ്റ്റ് വരാറുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഒരുപാട് എരിവൊന്നും പറ്റില്ല കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചാണ് ഇടാറ്. ഈ മുളകും പെപ്പറും കൂടി ആയി കഴിയുമ്പോൾ ഉണ്ടല്ലോ ഒത്തിരി എരിവൊക്കെ വരും കേട്ടോ. അപ്പോൾ എനിക്ക് പലപ്പോഴും ഇങ്ങനെ എരിവ് കൂടി പോകാറുണ്ട്. പക്ഷെ ഞാനതൊക്കെ കൺട്രോൾ ചെയ്ത് ഇപ്പോൾ വരികയാണ് കേട്ടോ. പിന്നെ പാത്രമൊക്കെ കഴുകി കഴിഞ്ഞപ്പോൾ പിന്നെയും പാത്രങ്ങൾ ഇങ്ങനെ കഴുകലും ക്ലീനിങ് ഒക്കെ ആയിരുന്നു. അപ്പോഴേക്കും ചോറ് വെന്ത് ഒരു പരിവൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അതൊന്ന് വാർത്തിടാന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനുണ്ടല്ലോ ഇവിടെ കലത്തിൽ അതായത് ഈ കലത്തിൽ ഞാൻ വാർത്താലുണ്ടല്ലോ ഈ സൈഡിൽ കൂടെയൊക്കെ ചോറ് ഇങ്ങനെ പുറത്തേക്ക് ചാടും കേട്ടോ. ചില സമയത്ത് ഇങ്ങനെ കഞ്ഞിവെള്ളം പുറത്തേക്ക് ഇങ്ങനെ ഊത്തടിച്ച പോലെ ചാടാറുണ്ട് കേട്ടോ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ കലത്തിലിടുമ്പോൾ. അപ്പോൾ ഇനി വേറെ ഏതെങ്കിലും ഏത് ഷേപ്പിലുള്ള കലത്തിലിട്ടാലാണ് അങ്ങനെ വെള്ളം പോകാണ്ട് സൈഡിൽ നിന്നൊക്കെ വെള്ളം ഒലിച്ച് പോകാണ്ടിരിക്കണേന്ന് എനിക്കറിയാൻ പാടില്ല. എന്നിട്ട് ഞാൻ പിന്നെ ഈ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഈ ചോറ് വാർക്കുന്ന സമയത്ത് ഓർക്കായിരുന്നു. കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ കുക്കറിലിട്ട് വേവിച്ച് കലത്തിലിട്ട് ഇങ്ങനെ തിളപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ സമയത്ത് ഞാൻ വച്ചുകൊണ്ട് അങ്ങോട്ട് പോയി. പിന്നെ ഞാൻ വന്ന് നോക്കിയിട്ടുണ്ടല്ലോ ഈ കഞ്ഞി മൊത്തം ഇങ്ങനെ തിളച്ച് ചാടി ഉണ്ടല്ലോ. അവസാനം എൻ്റെ ചോറ് അടിയിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ചോറ് കഴിക്കാൻ പറ്റും അങ്ങനെയായി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അതിൽ നിന്ന് മൊത്തത്തിൽ മോളിൽ നിന്നുള്ളതൊക്കെ ഇങ്ങനെ എടുത്തെടുത്ത് മസാല അടിയിലുള്ള പോർഷനൊക്കെ ഇങ്ങനെ കളഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ എന്താണ് ഫ്രൈ ഒന്നാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഫ്രൈ ഇട്ടപ്പോൾ ഉണ്ടല്ലോ ഇപ്പം ഞാൻ ഈ വീഡിയോക്ക് വേണ്ടി എടുത്തപ്പോൾ ഉണ്ടല്ലോ കുറച്ച് ബിസി ആയി പോയിട്ടോ. കുട്ടികളൊക്കെ പോകണ നേരമായപ്പോൾ ഇങ്ങനെ വന്ന് നിൽക്കുക വേഗം ലഞ്ച് എടുത്ത് ബ്രേക്ക്ഫാസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനുണ്ടല്ലോ ചട്ടി കൂടെ വെച്ചപ്പോൾ ചട്ടി ചൂടായിട്ടുണ്ടായിരുന്നില്ല. ചൂടാവാത്ത ചട്ടിയിലേക്ക് ഞാൻ അങ്ങോട്ട് ഉള്ളിയും വെളുത്തുള്ളിയും ഇങ്ങനെ അങ്ങനെ ഇട്ടു. അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചത്. ചിലപ്പോഴൊക്കെ എനിക്ക് രാവിലെ സമയം കിട്ടാത്ത സമയത്ത് ഞാൻ ഇങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. മുളകും പെപ്പറും ഇട്ടതിന് ശേഷം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന ബീഫ് ഉണ്ടല്ലോ അതിലേക്ക് അങ്ങോട്ട് തട്ടി കൊടുക്കും. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കും കേട്ടോ. എത്രത്തോളം മിക്സ് ചെയ്തെടുക്കാവുന്നോ അത്രത്തോളം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോഴാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ആ ലെവൽ ഓഫ് ടേസ്റ്റിലേക്ക് എത്തുള്ളൂ. അപ്പം ഞാനിതിങ്ങനെ കുക്ക് ചെയ്ത് ചെയ്യണതിൻ്റെ ഇടയ്ക്ക് വിചാരിക്കുമായിരുന്നു എൻ്റെ ഉമ്മ ഉണ്ടാക്കുന്ന ബീഫ് ഫ്രൈ ഉണ്ടല്ലോ അതിനൊരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ. കാര്യം മസാലകളൊന്നും വലിയ കാര്യമായിട്ട് ഇടൂല. എന്നാലും പുള്ളിക്കാരി ഉണ്ടാക്കുന്ന ആ ബീഫ് ഫ്രൈനുണ്ടല്ലോ ഒരു പ്രത്യേക സ്വാദാണ് കേട്ടോ. എൻ്റെ ബീഫ് ഫ്രൈ അവിടെ
ഇങ്ങനെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ടൈം നോക്കിയിട്ടുണ്ടല്ലോ, കുട്ടികൾക്കുള്ള ലഞ്ച് ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. ആദ്യം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ അപ്പുറത്തെ സൈഡിൽ ഇരുന്ന് കഴിക്കുന്നുണ്ട്. ഇനി ആ ടൈം നോക്കിയിട്ട് ഞാൻ അവർക്കുള്ള ലഞ്ച് പാക്ക് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചോറും കലം എടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നു കേട്ടോ. കാരണം വീഡിയോ എടുക്കാനുള്ള എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ആ കലം എടുത്ത് ഇവിടെ വെച്ചേട്ടോ. അപ്പോൾ ഇനി അവിടെ പോയിട്ട് എടുത്തുകൊണ്ട് വന്ന് പിന്നെ ഇവിടെ നിന്ന് കറി എടുക്കില്ല അങ്ങനെ ആവണ്ടാന്ന് എഴുതിയല്ല. അങ്ങനെ ഒരുമിച്ച് അങ്ങനെ എടുത്തിട്ട് വീഡിയോ എടുക്കലാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ്. ഇന്ന് ഇവർക്ക് ലഞ്ചിനായിട്ട് ഞാൻ ചോറ് തന്നെയാണ് വയ്ക്കുന്നത്. ചില ദിവസങ്ങളിലുണ്ടല്ലോ ഇവര് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മതി ഞങ്ങൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ എന്നൊക്കെ പറയും. അങ്ങനത്തെ ദിവസങ്ങളിലൊക്കെ ഞാൻ ഉണ്ടാക്കി കൊടുത്തു വിടും കേട്ടോ. ചില ദിവസം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാനായിട്ട് തികയത്തില്ല. അപ്പൊ ഞാൻ എന്താ പറയാ, ഈ വാശിയൊക്കെ പിടിച്ച് അവരെ കൊണ്ട് അവരുടെ കയ്യിൽ ഇങ്ങനെ ചോറ് കൊടുത്തു വിടും കേട്ടോ. ചിലപ്പോഴൊക്കെ ഞാനിങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് പത്രത്തിൽ വെച്ചേക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് പറ്റിച്ച് കൊടുത്തു വിട്ട ദിവസങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. നോർമലി ഞാനിവിടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ കഴിക്കാനും ഉച്ചത്തെ ലഞ്ച് ഉച്ചയ്ക്ക് കഴിക്കാനും ആ ഒരു ലെവലിലാട്ടോ ഉണ്ടാക്കുന്നത്. അപ്പൊ പിന്നെ നമുക്ക് രാവിലത്തെ അങ്ങനെ കൊടുത്തുവിടാൻ തികയില്ല. പിന്നെ അവർ മുൻകൂട്ടി പറയും ഇന്ന ദിവസം ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് തന്നോട്ടേക്ക് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അങ്ങനെ അത് കണ്ടിട്ട് കുറച്ച് കൂടുതൽ ഉണ്ടാക്കും കേട്ടോ. അങ്ങനെയൊക്കെ ചെയ്യാം. പിന്നെ അവരെല്ലാം എടുത്തും കൊണ്ട് സ്കൂളിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതൊന്നും വ്ളോഗായിട്ട് എടുക്കാൻ പറ്റിയില്ല. കാരണം ഇവിടെ ഉണ്ടല്ലോ സ്കൂളിൽ പോകണ നേരത്തുണ്ടല്ലോ എവിടെ നിന്നില്ലാത്ത തിരക്കായിരിക്കും കേട്ടോ. അതുവരെ ഇല്ലാത്ത തിരക്ക് പെട്ടെന്ന് കയറി എന്നത് അറിയില്ല. കാരണം ഇവിടെ നേരത്തെയൊക്കെ റെഡിയായി അങ്ങനെ നിൽക്കും. പക്ഷെ ആ പോണ സമയത്ത് ഈ ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടുണ്ടല്ലോ അവർ പിന്നെ ലാസ്റ്റാണ് ഈ ടെക്സ്റ്റ് ഒക്കെ എടുത്ത് വെക്കുന്നത്. അപ്പൊ ആ സമയത്ത് അവർക്ക് എവിടെ നിന്നല്ലാത്ത ബിസി ആയിരിക്കും കേട്ടോ. പിന്നെ പൊതുവെ മൊത്തത്തിൽ ഭയങ്കര തിരക്കാണ്. അന്ന് എന്താ ചെയ്യണേന്ന് ചോദിച്ചാൽ അതും അറിയാൻ പാടില്ല. അന്ന് വല്ലതും ചെയ്യുമോ അതുമില്ല. അങ്ങനെ നമ്മളിങ്ങനെ ബബ അടിച്ച് അടുപ്പിച്ച് ഇങ്ങനെ എത്തുന്ന ഒരു പിള്ളേരാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ അവരെയൊക്കെ വിട്ടേച്ച് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങോട്ട് കഴിക്കാൻ കേട്ടോ. അപ്പോൾ ഇപ്പോഴാണ് ഞാൻ ചെറുതായിട്ടൊന്ന് റിലാക്സ് ചെയ്തിരിക്കുന്ന ഒരു ടൈം എന്ന് പറയുന്നത്. പിന്നെ ഈ വ്ളോഗ് എടുക്കുന്നത് ഈവനിങ് ടൈമിലാണ് കേട്ടോ. ഈവനിങ് ടൈമാണ് എനിക്ക് ബെസ്റ്റ് ടൈം. ഈ ടെറസൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട് ഭയങ്കര വെയിലാണ് കേട്ടോ. കാര്യം തണുപ്പുണ്ടെങ്കിലും ഉണ്ടല്ലോ ഉച്ചയ്ക്കൊക്കെ നല്ല വെയിലുണ്ട് കേട്ടോ. അപ്പോൾ കാല് തൊടാൻ പറ്റില്ല. അപ്പോൾ പിന്നെ ഈവനിങ് ആണ് നമുക്ക് ഇതിന് പറ്റിയൊരു ടൈം എന്ന് പറയുന്നത്. അപ്പോഴത്തേക്കും കുട്ടികളൊക്കെ സ്കൂളൊക്കെ വിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ ടെറസിൻ്റെ മേലെയുള്ള വ്യൂ ഒന്നും നിങ്ങൾ കാണിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ നല്ല വ്യൂ ആട്ടോ. പാടത്തിൻ്റെ സൈഡായതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ്. ഇവിടെ ഈവനിങ് ടൈമിൽ വന്ന് ഇരിക്കാനൊക്കെ ഭയങ്കര റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ. പണ്ടൊക്കെ ഇങ്ങനെ വന്നിരിക്കുമായിരുന്നു. ഇപ്പോൾ ഈ ടൈം കിട്ടാത്തതുകൊണ്ടുണ്ടല്ലോ ഇത്രയും മേലായിട്ടൊന്നും കയറി നിൽക്കാറൊന്നുമില്ല. പിന്നെ ഇവിടെ ഇങ്ങനെ മരങ്ങളൊക്കെ ഇങ്ങനെ പൊങ്ങിക്കുന്നത് കൊണ്ടാണ് കേട്ടോ അങ്ങോട്ട് മൊത്തത്തിൽ അങ്ങനെ കാണാൻ പറ്റാത്തത്. ഇവിടെ നിന്ന് ഏക്കർ കണക്കിന് പാടങ്ങളാണ്, മൊത്തത്തിൽ പാടാണ്. പിന്നെ സൈഡിൽ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ പൊങ്ങിക്കുന്നുണ്ട്. അതൊക്കെയാണ് കേട്ടോ വീടുകളേ ഉള്ളൂ. പിന്നെ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഏരിയ എന്ന് പറയുന്നത് ഒരുപാട് വീടുകളൊന്നും ഇല്ലാത്ത ഏരിയ കേട്ടോ. ഒരു സമാധാനം പിടിച്ച ശാന്തസുന്ദരമായ ഒരു സ്ഥലമാണ് കേട്ടോ. അതിന്റെ മുകളിൽ നിന്ന് കാണുന്ന വ്യൂ എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ് കേട്ടോ. ഇവിടെ പൊതുവേ നല്ല കാറ്റാണ് കേട്ടോ. കാറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഈ റൂഫിന്റെ മണ്ടയിലിരിക്കുന്ന ഓടുണ്ടല്ലോ അത് വരെ പറന്നു പോകും. അങ്ങനത്തെ കാറ്റാണ്. പിന്നെ ഞാനിവിടെ ക്ലീൻ ചെയ്യാൻ വന്നതുണ്ടല്ലോ ഇവിടെ ഇങ്ങനെ പായലുണ്ട്. അതായത് മഴക്കാലമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പായലും എത്തൂല്ലോ. പായല് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വേനലാവുമ്പോൾ അതിങ്ങനെ ഭയങ്കര ഡ്രൈ ആയിട്ട് പിടിച്ച് പോലെ ഇരിക്കും. എന്നിട്ട് ആ പൊടി ഉണ്ടല്ലോ ഈ ഹോൾസിൽ വന്നിട്ട് അടിഞ്ഞെടുക്കും കേട്ടോ. വെള്ളമൊന്നും ഇങ്ങനെ ഒഴുകി പോവില്ല. വെള്ളം കാണാൻ പറ്റണ്ട. അതിന്റെ ടാങ്ങിന്റെ അടിയിൽ പൊടിയൊക്കെ ഉണ്ടാ? പൊടി ഉണ്ടാ? മണ്ണൊക്കെ ഉണ്ടാ? മണ്ണുണ്ട് അതിന്റെ ഉള്ളില്. വൃത്തിയായിട്ടാണ് കിടക്കുന്നത്. ഇവിടെ ഇറങ്ങിട്ട് അപ്പോൾ ആ സൈഡിലാണ് കേട്ടോ വാട്ടർ ടാങ്ക് ഇരിക്കുന്നത്. അപ്പോൾ കുറേ കാലമായി വാട്ടർ ടാങ്ക് ഒക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട്. അപ്പോൾ അതിൽ ഇങ്ങനെ മാലിന്യമൊക്കെ ഉണ്ടോയെന്ന് ഞാനിങ്ങനെ ജസ്റ്റ് ചെക്ക് ചെയ്യാൻ പറഞ്ഞ ആൾ കയറി നിൽക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ അതിന് മാലിന്യമൊന്നുമില്ല, പൊടികളൊന്നുമില്ല, നീറ്റായിട്ട് തന്നെ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പം കുറച്ച് നേരം ഞാൻ അവിടെ നിന്നിട്ട് വ്യൂ ഒക്കെ ആസ്വദിച്ച് എൻ്റെ പഴയ പണിയിലേക്ക് ഇവർ തുടങ്ങി. മൊത്തത്തിൽ ക്ലീൻ ആക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഈവനിങ് സമയമാണ്. നല്ല വെയിലൊന്നും ഇല്ല കേട്ടോ. വെയിലില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പം ഇങ്ങനെ കയറി കിട്ടുന്നതിന് ഒരു പ്രശ്നമല്ല കേട്ടോ. ഞാനിങ്ങനെ അതിൻ്റെ മേലോട്ടൊന്നും കയറില്ല, മോനാണ് ഇപ്പോൾ കയറുന്നത്. പിന്നെ മൊത്തത്തിൽ ക്ലീൻ ആട്ടോ. ഇവിടെ ഇങ്ങനെ പൊടി പോലെ കിടക്കുന്നതുണ്ടല്ലോ ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ്. കാരണം ഈ മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ ഈ പൊടികൾ വന്നിട്ട് ഈ ഹോൾസിൽ അടിഞ്ഞിരിക്കും. എന്നിട്ട് പിന്നെ വെള്ളം പോകില്ല. അപ്പം ഞാൻ ആ ഹോൾസിൽ നിന്നൊക്കെ നന്നായിട്ട് തന്നെ പൊടിയൊക്കെ അടിച്ചു കളയും കേട്ടോ. അപ്പം ഞാൻ ചൂലെടുത്തുകൊണ്ട് വരാൻ പറഞ്ഞപ്പോൾ ഉണ്ടല്ലോ ആദ്യം പുള്ളിക്കാറ്റ് ഒരു പുല്ലൂലായിട്ട് എടുത്തുകൊണ്ട് വന്നത്. എന്നിട്ട് പിന്നെ ഞാൻ പോയിട്ട് ഒരു ഈർക്കി ചൂല് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. എന്നിട്ട് ഈർക്കി ചൂല് എടുത്തില്ല കേട്ടോ. പിന്നെ ആ പുല്ലു ചൂല് ഇട്ടുകൊണ്ട് ചുമ്മാ അതിൽ കൂടെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പുല്ലു ചൂല് ഇങ്ങോട്ട് അടിച്ചാലുണ്ടല്ലോ മൊത്തത്തിൽ പോകും. അപ്പം ഞാൻ അതൊക്കെ അടിക്കലേന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പക്ഷെ ഞാൻ ഈ ക്യാമറ ഓൺ ആക്കിക്കൊണ്ട് അപ്പുറത്ത് തിരിയുമ്പോഴല്ലോ ആള് പഴയ പോലെ തന്നെ ആ പുല്ലിലെ ചൂട് ചുമ്മായിട്ട് അടിക്കുന്നേ. അത് ഞാനിപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്തപ്പോഴായിട്ട് അത് ശ്രദ്ധിക്കുന്നത്. ഞാൻ കുറേ നേരം പറഞ്ഞു അത് പേടിയാണ് പെരടിക്കാനുള്ള ചൂലാണെങ്കിൽ പുല്ലൂല് പൊടിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ നമുക്ക് അങ്ങനെ പെരയൊക്കെ അടിക്കുമ്പോൾ ആ ഒരു നിവൃത്തിയായിട്ട് അടിച്ചു പോകില്ല. കണ്ടാ ചുമ്മാ കിടന്ന് അടിച്ചുകൊണ്ടിരിക്കുക.
അതൊക്കെ വെച്ച് അടിച്ചാൽ അത് പോകും. അവസാനം ഉണ്ടല്ലോ ആ പുല്ലൂര് പോയിട്ടുണ്ട് സുഹൃത്തുക്കളെ. മൊത്തത്തിൽ ഇങ്ങനെ വളഞ്ഞു പൊളഞ്ഞ് അതിന്റെ കണ്ണിയൊക്കെ ഇങ്ങനെ ഒടിഞ്ഞ് ഒരു മെനയില്ലാണ്ടാക്കി കളഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ മോള്. പിന്നെ അവിടെയൊക്കെ ഹോൾസിലൊക്കെ ഈ പൊടികളൊക്കെ ഇരുന്നിട്ടുണ്ടല്ലോ കട്ടിക്ക് തന്നെയാണ് ഇങ്ങനെ അടിഞ്ഞിരിക്കുന്നത്. അപ്പൊ ഞാനൊന്ന് ഒരു കോല് വെച്ചിട്ട് കുത്തി കുത്തി കൊടുത്തിട്ട് അതിങ്ങനെ കുറച്ചൊക്കെ ആ ഓസി കൂടെ പുറത്തേക്ക് ഇങ്ങോട്ട് ചാടിയിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ളതൊക്കെ ഞാനിങ്ങനെ അടിച്ചെടുക്കാറുണ്ട്. ഭയങ്കര കട്ടിക്ക് തന്നെ ഉണ്ട് കേട്ടോ, ഒത്തിരി ഉണ്ട്. അപ്പൊ ഞാനിതിങ്ങനെ അടിച്ചടിച്ച് കൂട്ടിയിട്ട് താഴേന്ന് ഒരു ബക്കറ്റ് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞിട്ട് ആള് പോണില്ല. പക്ഷെ ഞാൻ എന്താണോ ചെയ്യണത് അതിന്റെ പുറകെ ഇങ്ങനെ ആളായിക്കോട്ട് ദേ കാണിക്കുന്നുണ്ട്. ഓരോ കോപ്രായങ്ങളും ചുമ്മാ ചുമ്മാ കാട്ടിക്കൊണ്ടിരിക്കട്ടെ. എന്നെ മൊത്തത്തിൽ ഡിസ്റ്റർബൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഞാൻ ഈ നിമിഷം എന്ത് ചെയ്യണം? ഭയങ്കര കഷ്ടപ്പെട്ടാണ് ഇതിങ്ങനെ അടിച്ചടിച്ച് കൂട്ടിയെടുക്കുന്നത്. മൊത്തത്തിൽ ഇങ്ങനെ പൊടിയായിരുന്നു കേട്ടോ. അപ്പൊ അതിന്റെ ഉള്ളിൽ ആ റൂഫിന്റെ അകത്തും ഇങ്ങനെ പൊടികളൊക്കെ തന്നെയായിരുന്നു കേട്ടോ. അപ്പൊ ഞാനത് അവിടുന്ന് തുടങ്ങി മൊത്തത്തിൽ ഇങ്ങനെ അടിച്ചൊക്കെ കളയുന്നുണ്ടായിരുന്നു. പിന്നെ ഈ മരവാഴ ഉണ്ടല്ലോ, മരവാഴയാണോ എന്താണെന്നറിയില്ല, അതിങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ പറ്റിപ്പിടിച്ച് വളർന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ പറിച്ച് കളഞ്ഞേച്ച് ഞാനത് മൊത്തത്തിൽ ഇങ്ങനെ കൂട്ടിയെടുക്കുകയാണ് കേട്ടോ. ആദ്യം മൊത്തത്തിൽ കൂട്ടി വെച്ച് താഴേക്ക് വലിച്ചെറിയാന്ന് വിചാരിച്ചു. പക്ഷെ അങ്ങനെ വലിച്ചെറിയുമ്പോൾ ഉണ്ടല്ലോ അത് മൊത്തത്തിൽ ഇങ്ങനെ ചിതറിപ്പോയി കഴിഞ്ഞാൽ പ്രശ്നമാവില്ല. അത് കണ്ടുകൊണ്ട് തന്നെ ഞാൻ താഴേന്ന് ബക്കറ്റും അതുപോലെ തന്നെ ഈ ചാക്കും ഉണ്ടല്ലോ, പോരാത്തതിന് ചാക്കിലും കെട്ടിയിട്ട് താഴേക്ക് ചുമന്നുണ്ടാവാന്ന് വിചാരിച്ചു. പിന്നെ മരങ്ങളൊന്നും ഇല്ല കേട്ടോ. അത് തന്നെ വളരെ സന്തോഷമാണ്. ഈ മരങ്ങൾ ഇതിന്റെ ഹൈറ്റിനൊത്ത് ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ മൊത്തത്തിൽ കരിയിലൊക്കെ ഉണ്ടാവുമായിരുന്നു. അത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുമായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഇടയ്ക്ക് മഴക്കാലമൊക്കെ ആകുമ്പോൾ ഉണ്ടല്ലോ വെള്ളം കെട്ടിയിട്ടുണ്ടോ എന്ന് ഞാൻ ഇങ്ങനെ ചെക്ക് ചെയ്യാറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ അതേ ഞാൻ മൊത്തത്തിൽ ഇത് ക്ലീൻ ആക്കി വാരി എടുക്കാണ് കേട്ടോ. അപ്പൊ ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും ഇന്നത്തെ വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. എന്റെ സപ്പോർട്ടേഴ്സ് എന്നൊക്കെ പറയുന്നത് നിങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. നിങ്ങൾ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ അതേ സന്ധ്യ ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല തണുപ്പൊക്കെ ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി വരുന്നുണ്ട്. അപ്പൊ ഇനി ഞാൻ മറ്റൊരു വ്ളോഗായിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ഓക്കെ, ബൈ.